ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫാ? അയ്യോ പോട്ടെ പോട്ടെ പോട്ടെ. ഇന്നലെ തൊട്ട് കൊറേ സർപ്രൈസസ് കിട്ടി. നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിന്റെ വക കിട്ടി. കേവി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു 25th ബർത്ത്ഡേ വീഡിയോ ആണ്. കാര്യമായിട്ട് ഒന്നുമില്ല ഈ വീഡിയോയിൽ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഫാമിലി ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും ഈ ബർത്ത്ഡേ, എങ്ങനെയായിരിക്കും ഈ ബർത്ത്ഡേ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഞാൻ കുറേ ദിവസം മുന്നേയൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. നമുക്കിങ്ങനെ ചെയ്യാം, അങ്ങനെ എന്നൊക്കെ കുറേ പ്ലാൻ ഇട്ടു. പിന്നെ എന്താണെന്നറിയില്ല, വയസ്സ് കൂടുന്നോണ്ടാന്ന് തോന്നുന്നു വലിയ മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ആ പ്ലാനൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ വിചാരിച്ചു ജസ്റ്റ് ആൾക്കാരെ കാണിക്കാൻ കുറച്ച് ഫോട്ടോ വേണമല്ലോ, അപ്പോൾ കുറച്ചൊരു ഡ്രസ്സൊക്കെ മേടിച്ച് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം, അത്ര മതി ബർത്ത്ഡേ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഇടയ്ക്കൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ കുറേ ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഏത് ഡ്രസ്സായിരിക്കും മേടിച്ചിട്ടുണ്ടാവാന്ന് നിങ്ങൾ ഗെസ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് റെഡ് ഡ്രസ്സ് ഗെസ് ചെയ്തായിരുന്നു. റെഡ് ഡ്രസ്സ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം അത്ര കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ട വെച്ചു. പിന്നെ കുറേ പേര് ബ്ലാക്ക് ഡ്രസ്സ് പറഞ്ഞ് ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ എടുത്തത് കേട്ടോ. സോ കുറച്ച് പേരൊക്കെ ഗെസ് ചെയ്തത് കറക്റ്റായിരുന്നു. പിന്നെ ബ്ലൂ ഡ്രസ്സ് കുറച്ച് ടൈറ്റ് ഫോർ മീ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അങ്ങനെ അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നു ഇന്നലെ വൈകിട്ട്. പിന്നെ ഇന്നലെ രാത്രി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൂട്ടി പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ പോയി. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കുട്ടി സർപ്രൈസ് എനിക്ക് അവർ തന്നായിരുന്നു, അതിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതൊക്കെ ഇന്നലെ എൻ്റെ പ്രീ ബർത്ത്ഡേ ആയിരുന്നു. അതൊക്കെ ടുഡേസ് June 24th, ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. ഇന്ന് ഞങ്ങൾ ആക്ച്വലി എണീക്കാൻ തന്നെ ലേറ്റായി. ഇന്ന് രാവിലെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. അപ്പം ഞാൻ അമ്പലത്തിൽ പോയാലോ എന്ന് കാവേരിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആ അമ്പലത്തിൽ പോയാൽ ഉള്ള ഭക്തിയും കൂടെ പോകുന്നു, അതുകൊണ്ട് അമ്പലത്തിൽ പോയില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഈ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ 3 മണി എന്തോയി. അപ്പോൾ എണീക്കാൻ ലേറ്റായി. പിന്നെ രാവിലെ ഫുഡ് കഴിച്ച്, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. എവിടെയെങ്കിലുമൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചാൽ ഇറങ്ങിയ, പക്ഷേ ഈ വീഡിയോഗ്രാഫർ മാഡത്തിന് എന്തോ വലിയ തിരക്ക്. അതുകൊണ്ട് പ്ലാൻ മൊത്തം ക്യാൻസൽ ചെയ്തു, തിരിച്ച് വീട്ടിൽ പോകാമെന്ന് തന്നെ വിചാരിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ ഗാർഡനിലൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ചില്ല് ചെയ്ത് വിൽ ഗോ ബാക്ക് ഹോം, അത്രേ ഉള്ളൂ. കാവേരി മാഡം ഇപ്പം തന്നെ പോവും, അനഘയും ജോയലും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു 25th ബർത്ത്ഡേ. സോ നിങ്ങളെല്ലാവരും എൻ്റെ 23rd നൈറ്റ് ഉണ്ടായിരുന്ന സെലിബ്രേഷൻസും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാര്യം. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര തണുപ്പും കാറ്റും വരുന്നു. കുറച്ച് ഏതൊക്കെയോ ഫോട്ടോസ് കിട്ടിയെന്ന് തോന്നുന്നു, വീട്ടിൽ പോയി നോക്കുമ്പോൾ അറിയാം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും ഫോട്ടോ എടുത്ത് ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും കാവേരിയും ഫോട്ടോ എടുത്ത സ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് അനഘയും ജോയലും നമ്മളിപ്പം ഇവിടെ ജോയിൻ ചെയ്യും. അവര് നേരെ ഇവിടേക്ക് വരാന്നാ പറഞ്ഞ്. അപ്പൊ ഇനി നമ്മൾ ഡിന്നർ കഴിക്കട്ടെ. അതെ, ഫുഡിന്റെ മണടിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ എത്തിട്ടോ. ഞങ്ങൾ ട്രാം ഇറങ്ങി നടക്കുകയായിരുന്നു അങ്ങോട്ടേക്ക്. നല്ല തണുപ്പും കാറ്റും. തണുത്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ വയ്യാണ്ടായി. ഞങ്ങൾ ഇവിടെ എത്തി. ഒന്ന് കേറട്ടെ.
പക്ഷെ മീൻ നമുക്ക് ഇവിടുത്തെ മീൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പറഞ്ഞ പാടുന്നു അതെ വീടല്ലേ പറഞ്ഞു ഈ ട്രാവൽ ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് കാണാൻ പറ്റുന്നത് വേറൊരാളും ഇല്ല. ഞങ്ങള് ചുമ്മാ എയർപോർട്ട് വരെ പോവാ. കാവേരിക്ക് പ്ലെയിൻ സ്പോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ സ്പോട്ടിങ്ങിന് പോവാ എയർപോർട്ടില്. രാത്രി 11:04 സമയം. അപ്പൊ പ്ലെയിൻ സ്പോട്ട് ചെയ്തിട്ട് വരാം. എയർപോർട്ടൊക്കെ കണ്ടിട്ട് വരാം. നാട്ടിൽ വരാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ സങ്കടം എയർപോർട്ട് കണ്ടിട്ട് തീർത്തിട്ട് വരാം. ഞാൻ നല്ല നല്ല പ്ലെയിൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കുറച്ച് പ്ലെയിൻ നോളജ് ഉണ്ട്. നോളജ് അല്ല, കനോളജ്. നോളജ് ഒന്നുമല്ല. പ്ലെയിനോട് കുറച്ച് ഭ്രാന്തി കൂടുതലാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാ. ഓക്കെ, എന്റെ കഴിഞ്ഞ അവര് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എയർപോർട്ടിൽ വന്നത് എന്തിനാ കാവേരി? പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ. എന്നിട്ട് പ്ലെയിൻ കണ്ടോ? ഇല്ല. എന്താ? കുറെ ടാക്സി ഉണ്ട്. എവിടെ ഇറങ്ങണേന്നും ടേക്ക് ചെയ്യണേന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വരുമ്പോഴേ നിന്നോട് എന്താ പറഞ്ഞേ? എയർപോർട്ടിൽ വന്നാ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞാ കേക്കൂല. കൊടുക്ക്. ഒന്നും കേക്കൂല. അതെ, തിരിച്ചു പോകാൻ ട്രാമില്ല. ബസ് നിന്റെ ബർത്ത്ഡേ ബസ്സിൽ. ശരിയാണ്. ഇപ്പൊ 12 മണിയാവും. 1 minute left. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Janvi. Happy birthday to you. അത് അനകപ്പെട്ട തന്നെ ചാടി. ഹാപ്പി ബർത്ത്ഡേ To you. Happy birthday dear Janvi. Happy birthday to അടുത്തോട്ട് ആ. അത് കുഴപ്പമില്ല. കണ്ണൂട്ട് അന്ന് കണ്ണുപൂട്ടെ. ലൈറ്റ് ഓഫേ. ലൈറ്റ് ഓഫാ? ആ നേരായിരുന്നു. എനിക്കെന്നെ തിരുമില്ല. ഇവിടെ ആ അത് കുഴപ്പമില്ല. അയ്യോ ജോലിയുടെ റൂമിൽ എത്തിയെന്നെ. ഹാപ്പി ബർത്ത്ഡേ. എടാ ജോയലെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജാൻവി. ഹാപ്പി ബർത്ത്ഡേ. എടാ പോത്തെ ഞങ്ങൾ വെൽപ്പാണ്ടായിരുന്നു. മാറിപ്പോയി. ആ ലൈറ്റ് ഓൺ ചെയ്യ്. എനിക്കറിഞ്ഞു ആ ലൈറ്റ് ഓൺ ചെയ്യ്. ഹാപ്പി ബർത്ത്ഡേ. അതെ അവിടെ അത് ജാൻവീനാണോ ഇട്ടിരിക്കുന്നേ? ഓ അത് കൊള്ളാലോ. ഇതെങ്ങനെ എന്റെ പേര് ഇതിങ്ങനെ ചെയ്ത് ഇത് എവിടുന്ന് മേടിച്ചു നിങ്ങള്? ജോയല മേടിച്ചേ? കേക്ക് ബോക്സാ? ഓ എക്സ്പെൻസീവ് ഉണ്ടേ. കൊള്ളാം, നല്ല കേക്ക്. കേക്ക് ബോക്സിന്റെ ഓ പ്രിറ്റി. ഇനി ഇതൊക്കെ ആരടിച്ചു വരും. ഹാപ്പി ബർത്ത്ഡേ ടു
ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജാൻവി, ഹാപ്പി ബർത്ത്ഡേ ടു യു. വിഷ് വിഷ് വിഷ്. ഹാപ്പി വിഷ് ചെയ്യണം. വിഷ് ചെയ്യണം. ഹാപ്പി എടാ കത്തി താഴെ വെച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ജോലേ ഇവിടെ ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജാൻവി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ മോനെ പൊളി പൊളി പൊളി. ഒരെണ്ണം കാവേരിക്ക് കൊടുത്തേക്കുന്ന ശരിയാണ്. ഗണപതിയുടെ വയറിൽ ആദ്യം വേണം. ബെസ്റ്റ്. അയ്യോ കണ്ടില്ല. ഓക്കെ ഒരെണ്ണം എട്ട് പീസ എനിക്ക്. അയ്യോ പോയി. നോർത്തിന്റെ ട്രഡീഷൻ കാണിക്കട്ടെ. നടക്കുന്നത് ജാൻവി സൗത്തിന്റെ ട്രഡീഷൻ കാണിക്കും. കേക്ക് എടുത്ത് തിരിച്ചു ചെറിയ കേക്ക്. ഈ ചെറിയ കേക്ക് മുറിക്കും ചെറുതായിട്ട്. പിന്നെന്താ കഴിച്ചു. കഴിച്ചോ? Did you like it? Yes. Thank you for the surprise, guys. സർപ്രൈസ് പാളി. പാളി എനിക്ക് മനസ്സിലായി. എന്നാലും താങ്ക് യു ഫോർ ദി എഫേർട്ട്. ഇമോഷണലി കരയോ? ഇല്ല ഇല്ല, കാര്യമൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ കാർഡ്. ഞാൻ അന്നേ പറഞ്ഞിട്ട് എനിക്ക് കാർഡ് ഇഷ്ടമാണെന്ന്. ഞാൻ കാർഡ് ഫാക്ടറി പോയായിരുന്നേ, കിട്ടിയില്ല. ഇത് ഞാനൊന്ന് ഇട്ടോക്കിയ സാധനല്ലേ? ഇത് നമ്മൾ എവിടുന്ന ഇട്ടോക്കി? സെയിം കടയിൽ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇവരെല്ലാം കള്ളത്തിമാരാണ്. ആടുണ്ട്. ഞാൻ ഇട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കാവേരി എനിക്ക് ഞാൻ ബില്ല് ചെയ്യാൻ പോകുമ്പോ കാവേരി കയറി ബില്ല് ചെയ്ത് എന്നിട്ട് പറഞ്ഞു ഇതെന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആദ്യമായിട്ട് അങ്ങനെ തന്നില്ലേ? തന്നു തന്നു. അല്ലെങ്കിൽ അവളത് വാങ്ങിച്ചാലേ. അതെന്തായാലും ഞാൻ മേടിച്ചാലേ. ഇതും ഞാൻ അവിടെ കണ്ടിട്ട് ഇട്ട് നോക്കിട്ട് ഇഷ്ടപ്പെട്ട സാധനം. അത് ഇങ്ങനെ കാണുമ്പോ രസമില്ല. ഇങ്ങനെ കാണുമ്പോ രസമില്ല, ഇട്ടിട്ട് രസമുണ്ട്. ഇത് ഞാന് ബർത്ത്ഡേ ഷോപ്പിങ്ങിന് പോയില്ലേ, അന്ന് എല്ലാം ഈ ഡ്രസ്സ്, ഈ ബ്ലാക്ക് ഡ്രസ്സ് മേടിച്ചതിന് ശേഷം ഞാൻ അതിൽ കൂടി ഇങ്ങനെ ചുമ്മാ ചുറ്റി നടക്കുമ്പം ഇത് ആ എന്തെന്നാ കടയുടെ പേര് മറന്നു. ഒരു മാനിക്യൂൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ അവരെന്റെ അടുത്ത് പറഞ്ഞു 3 minutes ഷോപ്പ് ക്ലോസ് ആവുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് കാവേരിയോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നാളെ ഒന്നും കൂടെ അവിടെ പോണെന്ന്. അപ്പൊ അവള് ഞാൻ പോകുന്നതിന് മുന്നേ മേടിക്കണം എന്ന് വെച്ചു. പക്ഷെ കുട്ടിക്ക് എന്റെ സൈസ് അറിയില്ലായിരുന്നു. കുട്ടിക്ക് സൈസ് അറിയാം, പക്ഷെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. വെച്ചാ ഈ നമ്മൾ ഓരോ ബ്രാൻഡ് അനുസരിച്ച് സൈസ് മാറുമല്ലോ. അപ്പം അവൾക്ക് ഡൗട്ടായി. അപ്പൊ ഞാൻ തന്നെ എന്തായാലും എടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോ എന്റെ കൂടെ നൈസായിട്ട് കേറി വന്ന് എന്നിട്ട് ഞാൻ എടുത്ത് ഇട്ട് നോക്കി. ഞാൻ ഇഷ്ടപ്പെട്ട് ബില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞ് അതെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ? ഇത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ഞാൻ പൈസ എടുത്തോളാണ്. കൊറേ ഞാൻ ലൈക്ക് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവള് ലാസ്റ്റ് ഈ ഡ്രസ്സ് പിടിച്ച് വലിച്ച്. അപ്പൊ എനിക്ക് പേടിയോ, ഒറ്റ സ്മോൾ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനതൊക്കെ കൊടുത്ത്. അപ്പൊ അവളെനിക്ക് അതൊക്കെ ഇഷ്ടമായിട്ട് തന്നു. അതാണ് ഇതിന്റെ സ്റ്റോറി. പിന്നെ ആ സമയത്ത് ബില്ല് ചെയ്യാൻ നിക്കുമ്പോഴാണ് കണ്ടത്. അപ്പൊ ഞാനത് ഇട്ട് നോക്കിയപ്പോ ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ വില കണ്ടിട്ട് നമ്മൾ എടുത്തില്ല. അതുകൊണ്ട് അതൊക്കെ പോയി മേടിച്ച്. ഇത് ഇവള് ഇന്നെന്തോ ഞാൻ
ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, ഞങ്ങൾ ഒരുങ്ങി വന്നതാ. വന്നിട്ട് ജോയലിനെ കൊണ്ട് എടുപ്പിക്കും. ഞങ്ങൾ നടന്ന് വിക്ടോറിയ സ്ട്രീറ്റ് എത്തിട്ടോ. ഇത് ഇവിടുത്തെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റ് പോലത്തെ സ്ഥലമാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ചുമ്മാ നടന്നെത്തിയപ്പോൾ ഇത് വിക്ടോറിയ സ്ട്രീറ്റ് അല്ലേ, അങ്ങനെ നടന്ന് അത് കൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ ചുമ്മാ റോമിങ് അറൗണ്ട്. കാവേരി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്കല്ല, അവൾ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വിക്ടോറിയ സ്ട്രീറ്റ് കാണും. നടന്ന് എഡിൻബ്ര എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചുമ്മാ നടക്കുകയാണ്. അപ്പം എന്തൊക്കെയോ സ്ഥലങ്ങൾ കണ്ടു, വിക്ടോറിയ സ്ട്രീറ്റ് കണ്ടു. ഇപ്പൊ ഈ ചേർച്ചിന്റെ പേരെന്താ എനിക്കും അറിയില്ല, പക്ഷെ ഭയങ്കര ജൈന്റ് ഒരു സാധനം കേട്ടോ. എനിക്ക് ആദ്യത്തെ തവണ ഇതിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ പേടിച്ചു കഴിഞ്ഞാൽ എന്താ ഇതെന്തോ ഭയങ്കര ഹ്യൂജായിട്ടാ. ദേ അതിന്റെ ഫ്രണ്ടിലെത്തി വീണ്ടും, ഭയങ്കര ഹ്യൂജാ. ഞാൻ കാണിച്ചു തരാം, പക്ഷെ വീഡിയോയിൽ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ പേടിയാവും അങ്ങനെ. പക്ഷെ ഇതിന്റെ പേരെന്താ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിന്റെ പേരെന്താന്ന് കാണിച്ചു തരാം. വെയിറ്റ്. നമ്മൾ എങ്ങനെ തിരിഞ്ഞ് എങ്ങനെ ചുറ്റി വന്നാലും ലാസ്റ്റ് ഈ പ്രിൻസസ് സ്ട്രീറ്റ് തന്നെ എത്തും. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇതല്ലേ പ്രിൻസസ് സ്ട്രീറ്റ്. അപ്പൊ ഞങ്ങൾ ഇവിടത്തേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനി കാവേരിക്ക് പ്രിൻസസ് സ്ട്രീറ്റിൽ തന്നെ വന്നാ മതി. ആ കൊള്ളാം. ഹായ്, എന്നെ പോലെ വേറൊരാള് വ്ളോഗ് ചെയ്തോണ്ട് പോന്നു. എനിക്ക് മറ്റേ സാധനം മേടിക്കണമെന്നുണ്ട്, DJന്റെ മറ്റേ സാധനമില്ലേ, പോക്കറ്റ്. അതിനെന്താ പറയാ, മറ്റേ പോക്കറ്റ്, കുട്ടി സാധനം. പക്ഷെ അത് കൂടുതലും ഈ മറ്റേ ട്രാവലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് അധികം ഇൻവെസ്റ്റ് ചെയ്യാത്തത്. നിങ്ങളെന്തിനിപ്പം അങ്ങോട്ട് തിരിഞ്ഞേ? സ്റ്റെപ്സ് നല്ല ഭയങ്കര തണുപ്പില്ല, പക്ഷെ നല്ല സുഖമുള്ളൊരു കാറ്റ്. അങ്ങനെ നല്ല. ഇപ്പൊ ഇവിടെ സമയം എത്രയായി? 8:39 ആയി. പക്ഷെ ഇങ്ങനെ നല്ല സുഖമായിട്ട് ഞങ്ങളിങ്ങനെ നല്ല വെളിച്ചായതുകൊണ്ടേ ഇങ്ങനെ നടക്കാം. നീ എന്താ പറഞ്ഞേ? അന്ന് അത് കൂടെ പോവാം, ബാ. എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി, ഇനി അങ്ങ് പോവാം. ഓക്കെ, ഞങ്ങളെന്നാ അതിൽ കൂടെ പോട്ടെ. ആ വഴി ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, അപ്പൊ അങ്ങോട്ട് പോവാം. ഒന്നും ചെയ്യൂല എന്നാ വിചാരിച്ചത്, പക്ഷെ ഞങ്ങള് ചുമ്മാ ഒന്ന് നടക്കാന്ന് പറഞ്ഞു പോയി. കുറേ സ്ഥലങ്ങൾ നടന്ന് ഇപ്പൊ ഞങ്ങക്ക് വിശന്നു. അതുകൊണ്ട് ഞങ്ങള് പോപ്പേഴ്സിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്ക. എത്താനായി, കുറെ നേരമായി നടക്കുന്നു, എത്തുന്നില്ല. ഇപ്പൊ തണുപ്പ് കൂടി. ഞാൻ ഷോ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്സ് ഒക്കെ വലിച്ചു കയറ്റി വന്നത്. ഇന്ന് അത്ര തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ലേറ്റ് ആയല്ലോ. 9 മണിയൊക്കെ കഴിഞ്ഞ് 9:30 എന്തായി. ഇതെന്താണ് അടുത്തത്? ഇതാണോ പുതിയ വീടിന്റെ വീഡിയോ? ഇതെന്താ ഫ്ലവറും ബൊക്കെയെല്ലാം ആയിട്ട് വീണ്ടും ലെറ്ററാ?
എടാ ഇത് ആരാ അയച്ചത്? ഒരു മിനിറ്റ്, എന്റെ ഷൂ ഒന്ന് ഇവിടെ വെച്ചോട്ടെ. ഇതല്ലേ നേരത്തെ നീ കൊണ്ടുവന്ന പാർസല്? അപ്പൊ ശിവാനിന്റെ ബർത്ത്ഡേയോ? ഇതെന്താ നമ്മളെ ഇന്നലത്തെ ഫ്ലവറും ഉണ്ടല്ലോ ഇവിടെ. അച്ഛനോ അമ്മയാ? അയ്യോ പോട്ടെ പോട്ടെ എനിക്കറിയാൻ തന്ന് സ്പീക്കറല്ലേ അച്ഛൻ. നമുക്ക് പാട്ട് കേൾക്കാൻ സ്പീക്കറായി. ഇത് ഞാന് എപ്പോഴാ ചോദിച്ച, കുറച്ചു നാൾ മുന്നേ എന്റെ ഏതോ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ആഗ്രഹമുള്ള സാധനം മേടിക്കാൻ ഭയങ്കര. അപ്പൊ ഞാന് ചുമ്മാ ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതെനിക്ക് മേടിച്ചു തരുമോന്ന്. ഇതെപ്പോഴാ അയച്ചേ? ഇതെടുക്കാനാണോ മീറ്റിംഗ് എന്ന് പറഞ്ഞേ? ഇതാരാ പറഞ്ഞ അയച്ചോന്ന്? ഞാൻ വന്നില്ല. അമ്മയാ? അമ്മ ആന്റി എനിക്ക് പോയി കളക്ട് ചെയ്ത് ഇത് ഇവിടുന്നാണോ മേടിച്ചേ? അപ്പൊ ഇതിന്റെ പൈസ എങ്ങനെ ചെയ്തു? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനും ആന്റിയും തമ്മിലുള്ള ഡീൽ. കറീസില് ഇത് ഉണ്ടായിനപ്പൊ? ഇല്ല, ഓർഡർ അതിനാണ് വന്ന് കറീസ് പോയത്. അതല്ല, ഇന്ന് ഇല്ലാത്ത പ്ലാൻ മൊത്തം ഉണ്ടാക്കി. ഞാൻ ചിക്കൻ മേടിച്ച് അത് മേടിച്ച് ഇത് മേടിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ എന്റെ ഒപ്പം വന്നേന്ന് എനിക്കിത് എടുക്കാൻ പറ്റില്ല. അതൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ തന്നെ റൂട്ട് മാറ്റിയില്ല. ഓ സെറ്റ് സെറ്റ്, അടുത്തോട്ട് അടുത്തോട്ട് അടുത്തോട്ടാ. താങ്ക് യു അച്ഛനും അമ്മയ്ക്കും. ഇതാണ് ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റ് ആയി പോയി. വേണ്ട. എന്താ അതെന്താ? അതെന്താ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്? കണ്ണടക്കണ? എന്റെ കണ്ണില് മൊത്തം കണ്ണീരാ. എന്തത്? എന്താണതിന്? എന്താ അത്? ഞാൻ ചോദിച്ചിട്ടില്ലേ കേക്കാ. ഇതിപ്പോ എവിടുന്ന് വന്ന്? അച്ഛനും അമ്മയും. അയ്യോ ശേ, ഇപ്പോഴാണ് ഫുൾ ഓഫ് സർപ്രൈസസ് ആയിപ്പോയത്. നിറയെ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചില്ല കൊറേ സർപ്രൈസ് വന്ന്. എനിക്ക് മാർഷലും കിട്ടി. ഞാൻ കേക്ക്, ഞാൻ ഇവര് പറഞ്ഞു ഒരു സർപ്രൈസും കൂടി. അപ്പൊ ഞാൻ ചോദിച്ചു കേക്കാന്നോന്ന്. അപ്പൊ കണ്ണെല്ലാം പൊത്തി. അപ്പൊ എന്നോട് ചോദിച്ചു ഇതാ കേക്ക് കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മ തന്നെയാണോ? അപ്പൊ അല്ല, ആരാ? അനുമാവനുമായി. അപ്പൊ ഞാൻ വീണ്ടും ഷോക്കായി. എന്തായാലും ഹാപ്പി. താങ്ക് യു. ഞാൻ വിചാരിച്ചത് ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പൊ ഭയങ്കര ബോറായിരിക്കുന്ന. പക്ഷെ ഇവിടെ വന്നിട്ട് ഫുൾ ഓഫ് സർപ്രൈസസ് ആയിരുന്നു എനിക്ക്. എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ തിന്നാം. നല്ല ചോക്ലേറ്റ്. അതിന്റെ മോൾ ഭാഗം കഴിക്കും.
ബിസ്ക്കറ്റ് പോലെ ഇമോഷണൽ ഇല്ല ഒന്നുമില്ല. ഇല്ല. ഇത് സമാപ്താണ്. കഴിഞ്ഞ്. അതെ, കലാശക്കൊട്ട് തന്നെ. അത് നല്ല കലാശക്കൊട്ടായിരുന്നു. വളരെ ഞാൻ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായില്ലാത്ത ഞാനാണ്. ഇന്ന് സകല പ്ലാൻ ഉണ്ട് തലയില്. ഇന്ന് ഭയങ്കര നല്ല ദിവസമായിരുന്നു. എന്താന്ന് വെച്ചാ ഇന്ന് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. എന്നിട്ട് നമ്മൾ എല്ലായിടത്തും പോയി. നിനക്ക് വീഡിയോ ആയി, എന്റെ ഇത് ഭയങ്കര സക്സസ് ആയി. ഈ ഫ്ലവേഴ്സ് ആര് തന്നതാ? ആരാണ് ഇതിപ്പോ? രണ്ടാളില്ലേ? അച്ഛനോ? ഓ, ഡാഡി. റെഡ് ഫ്ലവേഴ്സ്. അയ്യോ, വെള്ളം. ഓ, വെള്ളം വെള്ളം. ആ, കണ്ടില്ല. ഓ, ഇതിനൊക്കെ കുത്തി വെച്ചിനാ? അതല്ലേ എന്നോട് ഞാൻ മാർച്ചില് കളക്ട് ചെയ്തെന്ന് പറഞ്ഞ ആന്റി ബൊക്കെ മറക്കല്ലേ, ബൊക്കെ മറക്കല്ലേ. ഞാനിങ്ങനെ മറക്കൂല, ഇത് മറക്കൂല. അതാണ് അമ്മ എനിക്ക് ഇടക്കിടക്ക് ചോദിച്ചായിരുന്നു എവിടെയാന്ന്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു പുറത്താന്ന്. ഞാൻ ആന്റിനോട് ഇങ്ങനെയൊക്കെ പെർഫെക്റ്റ് ടൈമിങ് വരുമ്പോ ഞാൻ ചെയ്യും, ആന്റി കഴിക്കും. ആന്റിനെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ രാത്രി. രാത്രി സമയം. എന്നോട് 100 വട്ടം പറഞ്ഞു റിയാക്ഷൻ എടുത്തോക്കണേ, റിയാക്ഷൻ എടുത്തോക്കണേ. ഞാൻ പറഞ്ഞു ഓക്കെ സാറ്റ്. അതെ, കളറായി, ഭയങ്കര കളറായി. ഭയങ്കര കളറായില്ലേ. ഇന്നലെ തൊട്ട് കളറാന്ന്. ആ, ഇന്നലെ തൊട്ട് കൊറേ സർപ്രൈസസ് കിട്ടി. നാട്ടിന്ന് ഫ്രണ്ട്സിന്റെ വക കിട്ടി, ഇവരെ വക കിട്ടി, അമ്മേന്റെ അച്ഛന്റെയും വക കിട്ടി, അനുമാമന്റെയും മാമിന്റെയും വക കിട്ടി. ഇല്ല, അതിലൊരു കാർഡ് ഉണ്ടായിരുന്നു. അതിൽ അച്ഛൻ അമ്മന്ന് കണ്ട് അപ്പൊ തന്നെ കണ്ണു വെള്ളം. മാർച്ചിൽ കണ്ട എന്തായാലും മനസ്സിലാവായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോ മനസ്സിലാവൂല. അപ്പൊ ഇവരെന്താ പറഞ്ഞറിയോ, ഇത് ഗരീമ തന്നതാ ജോയലിന്റെ ഏതോ ഫ്രണ്ടിന്, ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് കൊടുക്കേണ്ട സാധനാന്ന്. അവര് ഓൺലൈൻ ഓർഡർ ചെയ്തു. വല്ലവന്റെയും സാധനം വീട്ടിൽ അത് എനിക്കറിയില്ലല്ലോ വല്ലവന്റെ അല്ലാതെ. നീ പറഞ്ഞില്ലേ ഇവളിത് ടേബിളിന്റെ മുകളിലൊക്കെ വെച്ച് തിന്നുന്ന ടേബിളിലെ ഞാൻ അതെടുത്ത് താഴെ വെക്കാം. അപ്പൊ അയ്യോ അത് ഫ്രജയിലാന്ന്, താഴെ വെച്ചോളാന്ന്. ഇവർക്ക് മനസ്സിലാവൂല, പൊട്ടിയ അത് മനസ്സിലായില്ലേ? എനിക്ക് നല്ലോണം മനസ്സിലായി. ഞാൻ ഇതുവരെ ഇങ്ങനെ പറ്റിച്ചിട്ടില്ല ഒരാളെ. എല്ലാം പറ്റിച്ചു. കൊറേ ബോക്സസ് സർപ്രൈസ് വന്നു. ഇന്നലെ നാട്ടിൽ നിന്ന് സർപ്രൈസ് വന്നായിരുന്നു, പെർഫ്യൂം ഒക്കെ ആയിട്ട്. ഓക്കെ, നല്ല കേക്കാ, നല്ല ഭയങ്കര ചോക്ലേറ്റി. ഞങ്ങള് വയററ്റം വരെ കഴിച്ചതാണ്. അപ്പൊ ഇവള് എന്നോട് വരുമ്പോ ചോദിച്ചിനെ ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സ്പേസ് ഉണ്ടോന്ന്. അപ്പൊ ഞാനക്ക് ബർഗർ തന്നെ കഴിച്ചു തീരാത്തോണ്ട് ഇവളാണ് പകുതി കഴിച്ചേ. ഞാൻ എന്നോട് നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി, എന്റെ വയറ് നിറഞ്ഞിരിക്കല്ലേന്ന്. അപ്പൊ ഇവൾ അപ്പൊ തന്നെ വീട്ടിൽ നമ്മളെ കേക്ക് ഇരിപ്പുണ്ടല്ലോ, ഇന്നലത്തെ കേക്ക് ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് അയ്യോ ഇനി കേക്ക് തിന്നുള്ള സ്ഥലം ഉണ്ടാവുന്ന തോന്നുന്നില്ല, നിങ്ങൾ തിന്നോന്ന്. ഫ്രിഡ്ജില് ഫുഡ് വേണ്ട. അതെ, ഇനി എല്ലാവർക്കും ഫുഡ് വെച്ചിട്ട് ഡെസേർട്ടിന് കേക്ക് ഉണ്ട്. ഓ, ചീസ് കേക്ക്. ഓക്കെ, എന്നാ നമ്മൾ ഇപ്പൊ തന്നെ കുറച്ച് കഴിക്കാം. ഇപ്പൊ കഴിക്കാം. ഉറങ്ങിക്കോ എന്നാ. ടാറ്റാ. ഓക്കെ. എന്റെ ആ കുരു വലുത് വളിച്ചായി നിപ്പുണ്ട്. എപ്പോഴും എനിക്ക് എന്ത് നല്ല കാര്യം വരുമ്പോഴും ഒരു കുരു അതെപ്പോഴും ഇല്ലതാ. ആക്ച്വലി ഇപ്പോഴും എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ഈ ബർത്ത്ഡേ ഞാൻ ആക്ച്വലി ഭയങ്കര സിമ്പിൾ, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അങ്ങനെ വിചാരിച്ച ബർത്ത്ഡേ. കാരണം 2 days മുമ്പ് എൻ്റെ അടുത്ത് കാവേരി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൽ എൻ്റെ എല്ലാ ലാസ്റ്റ് 2 years ആയിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇടലുണ്ട്. അപ്പം അതിലൊക്കെ എല്ലാ ഫാമിലിയും കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഇവളതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവളെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ ബർത്ത്ഡേ ഭയങ്കര ഒട്ടും കളറല്ല അല്ലേ, നമ്മളിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാ പ്രാവശ്യവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പിന്നെ ഇപ്പം ഞാനൊരു പുതിയ കൺട്രിയിൽ ഞാൻ ഒറ്റയ്ക്ക്, അപ്പം ഈ ഒരു ബർത്ത്ഡേ എങ്ങനെയായിരിക്കും ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഈ ബർത്ത്ഡേക്ക് വ്ളോഗ് എടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല,
എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കും. കാരണം എനിക്കെല്ലാ ബർത്ത്ഡേയും കുറേ നാൾ കഴിഞ്ഞ് കാണാൻ, ലൈക്ക് ഈ ബർത്ത്ഡേ ഇങ്ങനെയായിരുന്നു, ഇത്രാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കുട്ടി വ്ളോഗ് ഒരു 10 minutes or 5 minutes to 10 minutes ഇടയിലുള്ള ഒരു വ്ളോഗ് ഞാൻ എടുക്കും. കാരണം ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര പോലത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വലിയൊരു വീഡിയോ ആയിട്ടുണ്ടാവും. ഒരു 1/2 an hour മുകളിലുള്ളൊരു വീഡിയോ ആവും തോന്നുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കുറേ, എനിക്കൊന്നും ഞാൻ നാട്ടിലുണ്ടായിരുന്നതിനേക്കാളും വൺ ഓഫ് ദി ബെസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു ഇവിടെ വന്നപ്പോൾ. കാരണം എനിക്ക് ഇത്രയും സ്നേഹം ആൾക്കാർ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് എനിക്ക് ഭയങ്കരമായി മനസ്സിലാക്കി തന്നൊരു ബർത്ത്ഡേ പോലെ എനിക്ക് തോന്നി. കാരണം എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് അയച്ചു നാട്ടിൽ നിന്ന്, ഇവിടുത്തെ ഫ്രണ്ട്സ് എനിക്ക് സർപ്രൈസ് തന്ന്, അച്ഛനും അമ്മേൻ്റെയും വക സർപ്രൈസ് തന്ന്. എനിക്ക് ഓർമ്മ, ഞാൻ ഇന്ന് രാവിലെ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് എല്ലാവരും സർപ്രൈസ് തന്ന്, എൻ്റെ എല്ലാ ഫ്രണ്ട്സും തന്ന്, നിങ്ങൾ മാത്രം ഒന്നും തന്നില്ലാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം രാത്രിക്ക് ഇത്ര വലിയൊരു സർപ്രൈസ് എന്നെ കാത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം കാവേരി കുറച്ച് മുമ്പ് പറഞ്ഞു, നീ ഇത് ആൻറ്റീനോട് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് രാത്രി വരുന്നുണ്ട് സർപ്രൈസ് അങ്ങനെ. അപ്പം ഭയങ്കര, ഇന്നലെ എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സർപ്രൈസ് കിട്ടിയത് നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ. അപ്പം അത് ഇന്നലെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലെ ആദ്യം ഉച്ചക്കാണ് ആമസോണിന്ന് പാക്കേജ് വരുന്നത്. അപ്പോൾ കാവേരി ജോലിക്ക് പോയി, അനഘ ജോലിക്ക് പോയി, അപ്പം ഞാനും ജോയിലേ ഉള്ളൂ. അപ്പം കാവേരി ജോലിക്ക് പോയി വരേണ്ട സമയം. അപ്പം ഞാനാണെങ്കിൽ ഇവള് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകാൻ ഇറങ്ങാം. അപ്പം ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, ലൈക്ക് ഞാൻ കുളിക്കാൻ കയറുകയാണ്, നീ വന്നാൽ ജോയലിനെ വിളിച്ചാൽ മതി, ഡോർ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടും ഇവള് എത്തിയിട്ടില്ല. അപ്പം തന്നെ ഞാൻ കുളിച്ച് ജസ്റ്റ് റൂമിലേക്ക് കയറിയതും ജോയല് ലൈക്ക് കോറിഡോറിലെ പാസ് ചെയ്ത് പോകുന്ന പോലെ ഞാൻ കണ്ടിട്ട് അവൻ ഡോർ തുറക്കുന്ന ഒച്ചയായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവള് വന്നിട്ട് വിളിച്ചിട്ടുണ്ടാവുന്ന വെച്ചാൽ ഞാൻ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ജോയലിന്റെ കയ്യിലൊരു പാക്കേജ് ഉണ്ട്. ജോയൽ എന്നെ കണ്ടതും ജോയൽ ഞെട്ടിപ്പോയി. ലൈക്ക് സർപ്രൈസ് പൊളിഞ്ഞല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും അവൻ ഞെട്ടിയത്. ലൈക്ക് അവന്റെ കയ്യിൽ നിന്ന് ആ പാക്കേജ് ഇങ്ങനെ സ്ലിപ്പായി പോയിട്ടോ. അപ്പൊ തന്നെ ഞാനപ്പോൾ വിചാരിച്ചെന്താ, ലൈക്ക് കോറിഡോറിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അവിടെ കുറച്ച് ഇരുട്ടാ. അപ്പൊ പെട്ടെന്ന് ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടാ പോയതും പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവൻ ഞെട്ടിയതായിരിക്കും എന്നാ ഞാൻ വിചാരിച്ച. അപ്പൊ എന്നിട്ട് അവൻ നൈസായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, അത് എനിക്കൊരു ആമസോൺ പാക്കേജ് വരാനുണ്ടായിരുന്നു, അതാണ്. അപ്പൊ ഞാൻ ഐ സെഡ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലും പോയി, അവൻ അവൻ്റെ റൂമിലും പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തോന്ന്, ലൈക്ക് ഇങ്ങനെ പാക്കേജ് വന്നത് അവർക്കറിയാലോ, അപ്പോൾ കൊടുത്തോന്നാണ്. അപ്പോൾ പിന്നെ അത് ലൈക്ക് തന്ന് അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ അത് ലൈക്ക് പെർഫ്യൂമും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന് രാത്രി ഇവരുടെ വക. അതും ലൈക്ക് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ലൈക്ക് കേക്ക്. കാരണം കാവേരി എന്നോട് കുറെ നാൾ മുന്നേ ചോദിച്ചിരുന്നു എനിക്ക് ഏത് കേക്കാ ഇഷ്ടം എന്നൊക്കെ. അപ്പോഴേ ഞാൻ പറയുന്നുണ്ട് നീ ഇത് എന്തിനാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എനിക്ക് കേക്കിനോട് അങ്ങനെ ഭയങ്കര ക്രേസ്, ലൈക്ക് അങ്ങനെയല്ല ഭയങ്കര താല്പര്യമൊന്നുമില്ല. മധുരം എനിക്ക് ഇഷ്ടമാണെങ്കിലും കേക്ക് ഒരുപാട് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ കേക്കൊന്നും മേടിച്ച് വെറുതെ പൈസ കളയണ്ട. കാരണം നമ്മളെല്ലാവരും ഇവിടെ സ്റ്റുഡൻസും ഇതൊക്കെ ലൈക്ക് സ്റ്റുഡൻസ് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും പാർട്ട് ടൈം ചെയ്ത് അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ എന്തിനാ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മേടിച്ച് പൈസ കളയുന്നത്. കാരണം കേക്ക് ബോക്സിൽ ഇവിടെ നമുക്ക് അറിയണ ഒരു കേക്ക് ഷോപ്പ് കേക്ക് ബോക്സാണ്, അവിടെ കേക്കിന് നല്ല വിലയാട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊന്നും മേടിക്കണ്ട, നമുക്ക് സിമ്പിൾ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചുമ്മാ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവര് കേക്ക് മേടിച്ചു, എന്താ ജാൻവീസ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്ത് അങ്ങനെ അത് കളറായി. പിന്നെ ഇന്നലെ വർത്താനെല്ലാം പറഞ്ഞ് കിടക്കുമ്പോൾ ലേറ്റായി. പിന്നെ രാവിലെ എണീക്കാൻ ലേറ്റായി. പിന്നെ സാധാരണ ഒരു ഡേ പോലെ പോകുന്ന വിചാരിച്ചേ. പക്ഷെ രാത്രിക്കായിരുന്നു സർപ്രൈസസ് ഒളിഞ്ഞിരുന്നത്. ഇവരെ നാടകം സൂപ്പർ ആയിരുന്നില്ലേ. എനിക്ക് ഇവര് പറയുന്നത് ഞാൻ പൊട്ടിയായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തയാന്ന്. കാരണം ഇവരെ കയ്യിൽ നിന്ന് കുറെ തവണ ലൈക്ക് എന്തൊക്കെയോ അബദ്ധങ്ങൾ പറ്റിയായിരുന്നു എന്ന് ഇവരെ ഡ്രാമ കളിക്കുന്നതിൻ്റെ ഇടയിൽ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ സത്യമായിട്ട്.
ഞാൻ ഇന്നത്തെ ദിവസം ചുമ്മാ നമ്മൾ പുറത്തിറങ്ങി വന്ന് അങ്ങനെ തീരുന്നാ വിചാരിച്ചെ. അതുകൊണ്ടാണ് ഞാൻ വിക്ടോറിയ സ്ട്രീറ്റ് പോയതും ഒക്കെ വീഡിയോയിൽ കവർ ചെയ്തത്. കാരണം അല്ലെങ്കിൽ ഒന്നുമില്ല എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയില്. അപ്പൊ ഞാൻ അതൊക്കെ കൂടെ കവർ ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് വന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ലൈക്ക് വന്ന് ഉച്ചക്കേ വന്ന് അപ്പൊ തന്നെ ലൈക്ക് പൊട്ടിച്ച് അങ്ങനെ നോക്കിയത് കൊണ്ട് അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അന്നേരം നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യം ആലോചിച്ചതുമില്ല. അങ്ങനെ അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെന്തായിരുന്നു? പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയും ബിഗ് സർപ്രൈസ് ആയിരുന്നു. അത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമായിരുന്നു. കിൽബേൺ 2 വേണം എന്ന്. അപ്പൊ അതെനിക്ക് കിട്ടി. അതിപ്പോ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുക. അതിന് ചാർജ് ലൈക്ക് ഫുള്ളി ചാർജ് ഇല്ലായിരുന്നു. അപ്പൊ ചാർജ് ചെയ്തിട്ട് വേണം ഇനി അത് ഓപ്പൺ ആക്കി നോക്കാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമാമനും മാമിയും, അതും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം അനുമാമൻ എന്നെ കുറച്ചു മുന്നേ എല്ലാ ദിവസവും എന്നെ വിളിക്കും കേട്ടോ. അപ്പം കുറച്ചു മുന്നേ വിളിച്ചപ്പോ ഞാൻ ബർഗർ തിന്നോണ്ടിരിക്കുക. അപ്പൊ അനുമാമൻ വിചാരിച്ചു ഓൾറെഡി നമ്മൾ ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ അന്നേരം പുറത്തുണ്ട് അത്ര. എന്നിട്ട് പിന്നെ അപ്പൊ തന്നെ അനുമാമനെയും വിളിച്ച് മൊത്തത്തില് സർപ്രൈസ് ആയിപ്പോയി. നല്ല ബർത്ത്ഡേ, നല്ല ലൈക്ക് എന്താ പറയാ, എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. എന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ മനസ്സിലാവൂലേ. ഐ എം സോ ഹാപ്പി. എന്താ പറയാ അറിയില്ല. കരഞ്ഞോ? ഇല്ല, കരച്ചിലെല്ലാം കഴിഞ്ഞു നേരത്തെ. ഭയങ്കരായിട്ട് കഴിഞ്ഞു. ലൈക്ക് എനിക്കറിയില്ല, ഇപ്പൊ കരയും തോന്നുന്നു. വീണ്ടും ആദ്യം കരയോ നീ? ഇല്ല, കരഞ്ഞു? ഇല്ല. ഓക്കെ. ഇന്നലെ അറിയില്ല, എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ കഴിച്ചില്ല വരുന്നു വീണ്ടും. നീ പറഞ്ഞോ, ഇതെന്തായാലും നീ കട്ട് ചെയ്തിട്ടാ മതി. ഒന്നുമില്ല, ലൈക്ക് എല്ലാവരും ഇത്രയും സർപ്രൈസ് ഒക്കെ ഞാൻ ഇത്രയും ദൂരമായിട്ടും ലൈക്ക് അച്ഛനും അമ്മയും ഓക്കെ ആയിനോ അവരെന്തെങ്കിലുമൊക്കെ എനിക്ക് എന്തായാലും തരുന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ എനിക്കൊരു സർപ്രൈസും തന്നില്ലല്ലോ അങ്ങനെ. കാരണം എല്ലാ ബർത്ത്ഡേക്കും അച്ഛൻ എപ്പോഴും നാട്ടിൽ വരും, കുറെ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരും, കുറെ ഡ്രസ്സും, എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രസ്സാണ്. അപ്പൊ എപ്പോഴും കുറെ ഡ്രസ്സൊക്കെ ആയിട്ട് വരും. അപ്പൊ ഈ ബർത്ത്ഡേക്ക് ആക്ച്വലി അച്ഛനും ഞാൻ ഒരു മാസമല്ല കുറെ നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു, സ്കോട്ട്ലൻഡിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ഇതുവരെ ഞാൻ ഒറ്റക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾ എന്റെ ബർത്ത്ഡേ സമയത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കുറച്ച് വേറെ കാരണങ്ങൾ കൊണ്ട് അച്ഛനും അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ലൈക്ക് ഞാൻ നിർബന്ധിച്ചില്ല, കാരണം ലൈക്ക് ദേവർ സം പ്രോപ്പർ റീസൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിർബന്ധിക്കാനും പറ്റില്ലായിരുന്നു. ലൈക്ക് അങ്ങനെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അവര് ഓക്കെ, പക്ഷെ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഐ ഡോണ്ട് നോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അയച്ചപ്പോഴേ ലൈക്ക് ദേ ടുക്ക് സോ മച്ച് എഫേർട്ട് നാട്ടിൽ നിന്ന് ഇവിടം വരെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കാനും എല്ലാം അവര് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത്. അത് കാവേരി ചിരിക്കുന്നു ഗൈസ്, ഞാൻ കരയുമ്പോ. ഇപ്പൊ കരഞ്ഞാലും ഇവിടെ ചിരിക്കും. അനക്കെന്തോ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഓക്കെ. കരയാണെങ്കിൽ കരഞ്ഞോ, നല്ലോണം കരഞ്ഞു. എന്തായാലും നീ വീഡിയോയിൽ ഇടൂല. അപ്പം അങ്ങനെ എനിക്കറിയില്ല, ഭയങ്കര വലിയ ഔട്ടർ ആയിപ്പോയി. 10 മിനിറ്റ്. അപ്പം അത്രേ ഉള്ളൂ. ലൈക്ക് സോ മച്ച് ഹാപ്പി. ഞാൻ സന്തോഷം വന്നപ്പോ ഞാൻ കരയും. പിന്നെ സന്തോഷം വന്നാലും ഞാൻ കരയും. അതെ, ഇതിപ്പോ സന്തോഷം കൊണ്ടുള്ള കരച്ചില്ലാട്ടോ. അനുമാമനും മാമിയും എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. ഞാൻ കേക്ക് ലൈക്ക് അങ്ങനെ ഒരു സർപ്രൈസ് എക്സ്പെക്ട് ചെയ്തേ ഇല്ല. ഞാനും അതെ. ഒന്നാമത് ഇന്ന് അവർക്ക് കുറച്ച് ഡെസ്പായിട്ടുള്ള ദിവസമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയും എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവരിതൊക്കെ അറേഞ്ച് ചെയ്ത് ലൈക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഒരു മരണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്നിട്ടും
അവരൊക്കെ അങ്ങനെ ചെയ്ത്. അപ്പം എന്തോ ഞാൻ അവരുടെ വീട്ടിലെ ഫസ്റ്റ് കുട്ടിയാ. ഇന്ന് മാമൻ എടുത്തു പറയണ്ടായിരുന്നു. ഞാനാണ് ഫസ്റ്റ് പേരക്കുട്ടി. എൻ്റെ അമ്മയുടെ ഫാമിലിയില് എല്ലാവരുടെയും അവരെ കസിൻസിന്റെ ഒക്കെ ഇടയില് ഞാനാണ് ഫസ്റ്റ് പേരക്കുട്ടി. അപ്പം അതിന്റെ ഒരു കൺസിഡറേഷൻ എനിക്കുണ്ട്, അതിന്റെ ഒരു എന്താ പറയാ പുന്നാരം എനിക്കുണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും. അപ്പം അങ്ങനെ ചന്ദ്രയമ്മയുടെ 1000 ഉമ്മ. അമ്മമ്മ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്താ അമ്മമ്മ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലേ, ഞാൻ എല്ലാരോടും അങ്ങോട്ട് ചോദിക്കായിരുന്നു. അപ്പൊ അമ്മമ്മ എന്റെ വക 1000 ഉമ്മ. അപ്പം എന്തോ ചോദിച്ചപ്പോ അമ്മമ്മ പറഞ്ഞു തിരിച്ചെനിക്ക് എന്താ തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചു 1000 ഉമ്മ തരാം. അപ്പൊ അങ്ങനെ ഇന്ന് വിളിച്ചായിരുന്നു. ഇന്ന് വിളിച്ചപ്പോ പറഞ്ഞ് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല, മരണവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് വിളക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പൊ അമ്മമ്മ രാവിലെ വിളക്ക് കത്തിച്ചു എണീറ്റിട്ട്. അത് വൈകിട്ട് ഞാൻ വിളിച്ച സമയമായിട്ടും അത് കെട്ടിട്ടില്ല. അപ്പൊ അമ്മമ്മ പറഞ്ഞു നോക്ക് ദൈവം നിന്റെ കൂടെ ഉണ്ട്, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും നിന്റെ കൂടെ ഉണ്ട്, ഞാൻ രാവിലെ കത്തിച്ച വിളക്ക് ഇതുവരെ അണഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് നിനക്കും നിന്റെ അവിടെയുള്ള എല്ലാ ഫ്രണ്ട്സിനും ലൈക്ക് ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ എപ്പോഴും നല്ലത് വരട്ടെ അങ്ങനെ എന്തൊക്കെയോ അമ്മമ്മ പറഞ്ഞു. അങ്ങനെ ലൈക്ക് എല്ലാരും വിളിച്ച്, അച്ഛമ്മ വിളിച്ച്, എല്ലാരും വിളിച്ച് കുറേ പേര് വിഷ് ചെയ്തു. കുറേ പേര് ഇൻസ്റ്റാഗ്രാം എനിക്ക് തുറക്കാൻ വയ്യ വിഷ് കൊണ്ട്. എനിക്ക് എല്ലാവർക്കും ഒന്ന് റിപ്ലൈ കൊടുക്കാം, ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാവരും എനിക്ക് തുറന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ഞാൻ തുറന്നിട്ടില്ല, എനിക്കറിയാം. അവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. കുറേ വിഷസ് വന്ന എനിക്ക് ലൈക്ക് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തു. ഇതിനൊക്കെ ഞാൻ എങ്ങനെ ഇരുന്ന് റിപ്ലൈ ചെയ്യാം. അപ്പൊ കാവേരി പറഞ്ഞു കുറച്ച് എനിക്ക് ഞാൻ റിപ്ലൈ ചെയ്യാന്ന്. അങ്ങനെ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ലൈക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് റിക്വസ്റ്റിൽ കുറേ ഹാപ്പി ബർത്ത്ഡേ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ലൈക്ക് all those who surprised me, my parents, my friends, എല്ലാവർക്കും കുറേ ഉമ്മ. ആൻഡ് ഐ ലവ് യു ഗൈസ് സോ മച്ച്. ഇപ്പം എനിക്ക് സർപ്രൈസ് തന്ന എല്ലാവരും തന്നെ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക്. ലൈക്ക് അവരില്ലാണ്ട് എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റില്ല. ലൈക്ക് അവരൊക്കെ ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക്. അങ്ങനെ കുറേ നീണ്ടു പോയി. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. ഇതിനൊരു വ്യൂ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ബിക്കോസ് ഇത് എൻ്റെ ഹാപ്പിനെസ് ആണ്. ഇത് എനിക്ക് പിന്നീട് കാണുമ്പം എനിക്ക് ടീയേഴ്സ് വരുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഫോർ മൈ ഹാപ്പിനെസ്. ഇതിൽ ഞാൻ കുറേ ഒന്നും കട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാനിത് അങ്ങനെ മിക്കവാറും റോ ക്ലിപ്സ് പോലെ മിക്കവാറും ഇടും. ഇടയിൽ എന്തെങ്കിലും നമ്മൾ കുറേ പൊട്ടത്തരം പറയുന്ന ചിലപ്പോൾ കട്ട് ചെയ്താലും ഞാൻ ഈ വീഡിയോ ഒരുപാട് കട്ട് ചെയ്യില്ല. മേ ബി ഈ വീഡിയോ എത്ര ലോങ് ആവുമെന്ന് പോലും എനിക്കറിയില്ല. എത്ര ലോങ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ബോറടിച്ചാലും കുഴപ്പമില്ല. ദിസ് ഈസ് ജസ്റ്റ് ഫോർ മൈ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഈ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വേറൊരാളെ പറയാൻ മറന്നുപോയി, കാവേരിയാണ് ഈ എല്ലാ സർപ്രൈസസിന്റെയും ഒരു നെടുന്തൂണ് എന്താ പറയൂലേ, ദൂതനല്ല. അതായത് എല്ലാവരും കോണ്ടാക്ട് ചെയ്തത് കാവേരിനെ. കാരണം ഞാൻ ഏത് വീഡിയോ സ്കോട്ട്ലൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ടോ അതിൽ കാവേരി എന്നുള്ളൊരു പേര് 100 തവണ ഞാൻ പറയണ്ടാവും. കാരണം കാവേരി എനിക്ക് ഇവിടെ ഉള്ളു. കാവേരി അനഘ ജോയില്, അതില് ഞാനും കാവേരി ഒരുമിച്ച് ഒരു റൂം ഷെയർ ചെയ്യുന്ന ആളായതുകൊണ്ട് എപ്പോഴും എന്റെ വായില് കാവേരി അതെന്റെ വായില് നീ കാവേരി ജാൻവി. അത് ഉറക്കത്തി സ്വപ്നം കണ്ടെണീറ്റപ്പോ സാധാരണ അമ്മയെ വിളിക്കുന്ന കുട്ടികള് ഇപ്പൊ ജാൻവി വിളിച്ചിട്ടാണ് എണീക്കുന്നത്. അപ്പം കാരണം ഇവിടെ നമുക്ക് അങ്ങനെ ആരുമില്ല. അപ്പൊ നമുക്ക് നമ്മൾ രണ്ടാളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പം എല്ലാവരും ഇവളെയാണ് കോണ്ടാക്ട് ചെയ്തത്. എല്ലാവരുടെ ദൂതന്മാരും ഇവളാണ്. എന്നിട്ട് ഇവളെന്നോട് പറയും, നീ എന്റെ തൊട്ടപ്പുറത്തിരിക്കുമ്പോഴാണ് നിന്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നത്, നിന്റെ അമ്മ മെസ്സേജ് അയക്കുന്നത്, നീ കാണാണ്ട് വേണം എനിക്ക് ഇവർക്കൊക്കെ റിപ്ലൈ എടുക്കാൻ. അപ്പൊ ഇവള് ഇന്ന് ഓരോന്നും പറയായിരുന്നു. അന്ന് നമ്മൾ H&M പോയപ്പോഴേ ഞാൻ ആർക്കാ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവളുടെ ഒരു ഫ്രണ്ടിനെ അയക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഡ്രസ്സ് നോക്കുന്നതിന്റെ ഇടയിൽ ഇവള് മെസ്സേജ് അയക്കാനാ പോണേ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ മെസ്സേജ് ഇപ്പൊ അയക്കല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് അയക്കുന്നൊക്കെ പറഞ്ഞ് ഇവളെ ഞാൻ ചീത്ത പറഞ്ഞു. അപ്പൊ ഇവള്, അന്ന് ഞാൻ ആയിരിക്കാം എന്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചത്, നിന്റെ അമ്മ മെസ്സേജ് അയക്കുന്നുണ്ട്
ഇല്ലായിരുന്നു. ആന്റിക്ക് റിപ്ലൈ കൊടുക്കാനാണ് ഞാൻ മാറി മാറി നിന്ന് പോയെ. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയപ്പോഴും ഇവളിങ്ങനെ എന്റെ ഫ്രണ്ട്സും അമ്മയൊക്കെ മെസ്സേജ് അയക്കുമ്പോ ഇവള് മാറി നിന്ന് സംസാരിച്ചതൊക്കെ ഇന്നിങ്ങനെ എണ്ണി പറയായിരുന്നു. അന്ന് ഇവിടെ പോയപ്പം അമ്മ, അന്ന് ഇപ്പുറത്ത് പോയപ്പം എന്താ നിന്റെ ഫ്രണ്ട്സ്, അങ്ങനെ. അപ്പം താങ്ക് യു സോ മച്ച് കാവേരി. ഓ, നീയാണ് എന്താണ് സർപ്രൈസസിന്റെ ഒക്കെ ഒരു ഹബ്ബ്. അതെ, മാമനും മാമിക്കും ഇവളെ പിന്നെ നേരത്തെ അറിയാം, നമ്മൾ ലണ്ടനിൽ പോയിട്ട്. അപ്പൊ മാമിയും ഇവളെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ. അപ്പം താങ്ക് യു. അപ്പൊ അത്രേ ഉള്ളു വീഡിയോ. വെരി ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഇട്ടതിലൊക്കെ എനിക്ക് തോന്നുന്നു ദിസ് വീഡിയോ ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ. അപ്പം ഇത് ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും, കാരണം ഇപ്പം തന്നെ ഞാനൊരു 15 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കുമോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ദിസ് വീഡിയോ ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയണ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വേഗം വരാൻ നോക്കാം. നമ്മളിപ്പോഴും പുതിയ വീടൊക്കെ ആയിട്ടൊന്ന് സെറ്റായി, ജോലിയൊക്കെ ആയി സെറ്റായി വരുന്നുള്ളൂ. അതാണ് അധികം വീഡിയോസ് വരാത്ത. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാൻ നോക്കാം. ഇവിടെ നമ്മൾ പുതിയ വീടും അതുപോലെ ജോലിയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു കഷ്ടപ്പാടുള്ള. നാളെ ഇപ്പം തന്നെ ഇവിടെ 1:15 തോന്നി. നാളെ 6:30 എനിക്ക് ജോലിയുണ്ട്. ഇനി എനിക്ക് ഫ്രഷായിട്ട് ഉറങ്ങി എപ്പോൾ എണീറ്റ് പോകുമെന്ന് എനിക്കറിയില്ല. നാളെ 6:30 to 3 എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പം ഒന്ന് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. ഫുഡ്, എന്താ ഉറക്കം ഒന്നും സെറ്റായിട്ട് വന്നിട്ടില്ല ജോലി കിട്ടിയതിന് ശേഷം. അപ്പം എല്ലാം ഒന്ന് റുട്ടീനായി വന്നതിന് ശേഷം കറക്റ്റായിട്ട് വീഡിയോസ് ഇടാം. കുറേ പേര് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചെയ്ത് കാണിക്കാം കേട്ടോ നിങ്ങളെ, എൻ്റെ ഡേ എങ്ങനെയാണെന്നൊക്കെ. ഡേ ഇല്ല, വർക്ക് ഡേ. ഇപ്പൊ ഫുൾ ടൈം വർക്ക് ഡേ, കാരണം വെക്കേഷൻ ആയതുകൊണ്ട് അധിക ദിവസം ഷിഫ്റ്റ് ഉണ്ട്. അപ്പം എൻ്റെ വർക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിച്ചു തരാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. Until then, bye-bye. And once again, thank you so much to everyone who wished me. എല്ലാവരും ലൈക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. Bye-bye and I love you guys so much. പരിചയമില്ല. എനിക്ക് ഇവിടെ ഞങ്ങളല്ലാതെ കേബിയുടെ ഫ്രണ്ടും ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ എന്റെ അറിയോ? ഹാപ്പി ബർത്ത്ഡേ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഓൾവേസ് ബി ഇൻ ടച്ച്. യുവർ സീക്രട്ട്. ഓക്കെ. സീക്രട്ട് ബോയ്ഫ്രണ്ട്. സീക്രട്ട് ബോയ്ഫ്രണ്ട് അല്ല. ഫുൾ ഫോം നമ്മുടെ കൂടെ തിരിച്ചില്ല. കുലിങ്ങ ഇട്ടിട്ട് മോനെ പക്ഷെ പൊട്ടാണെങ്കിൽ വീഡിയോ പൊട്ടോല. എന്താ ഷൂവാ? നിന്റെ ന്യൂ ബാലൻസിന്റെ ബോക്സിന്റെ ഉള്ളില് പൊതിഞ്ഞ്, അത് മനസ്സിലായി. ഇടുന്ന നിങ്ങൾ പൊതിഞ്ഞ ബോക്സാന്ന് മനസ്സിലായി. ഇതാരാഴ്ച ഇതേതാ ചെരുപ്പ്? റിവർ ഐലൻഡിന്റെ ആരാ? ഇത് കണ്ടിട്ട് വലിയതാണ്. ഇതെന്റെ സൈസ് അല്ല. ഇത് നോക്കട്ടെ, ഇത് എനിക്ക് കണ്ടിട്ട് വലിയതുപോലെ ഉണ്ട്. ഇതാരെ സൈസ് പറഞ്ഞു? 7. പക്ഷെ അന്ന് കണ്ടായ നല്ല വലുതാണ്. അത് ഇതുണ്ടല്ലോ ബില്ലില്ലേ? എല്ലാം ഉണ്ട്. പക്ഷേ
ഞാൻ മറ്റേ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി വലുതാന്ന്. താങ്ക് യു ജോയ്. ഞാൻ ഇത് വായിക്കട്ടെ. I was unsure about its size. Okay. എത്ര വലിയ പാരഗ്രാഫ് ഉണ്ടാവാന്. ആ ഓ എന്റെ അമ്മേ. പക്ഷെ നല്ല ഇത് ഞാനന്ന് ഇട്ട് നോക്കിയ ചെരുപ്പാണോ? അല്ലേ ആ ഇതുപോലത്തെ ഒരു ചെരുപ്പ് ഞാനന്ന് ഇട്ട് നോക്കി. ഇതല്ലേ നിനക്ക് ഇഷ്ടായത്? ആ ഇതും നല്ല ചെരുപ്പാ. ഞാൻ ഏതാ ഇട്ട് നോക്കിയത്? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ചെരുപ്പ് ഞാൻ കണ്ടില്ല. ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ സൈസ്? ഇല്ല. അപ്പൊ എന്നാലും പോയിട്ട് എക്സ്ചേഞ്ച് ലൈക്ക് മാറ്റിയെടുക്കാം, സൈസ് മാറ്റാം. ഞാൻ വായിച്ചോക്കട്ടെ. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. ഓ ഓക്കെ സെറ്റ്. ഇന്ന് ഔട്ട്ഡോർ അല്ലേ ലാസ്റ്റ്? ഇതായിരുന്നു ലാസ്റ്റ് സർപ്രൈസ്. ഓക്കെ ഇനിയില്ല. ഓക്കെ ഇനി തീർന്ന് ശരി. ചൊല്ലിട്ട് കാര്യമായിട്ടും ഫിനിഷ്.